ഈ നന്ദഗോവിന്ദൻ ഭജൻസ് എന്ന് പറയുന്ന ഒരു ഭജൻസ് ടീം, നന്ദഗോവിന്ദം എന്ന പേരിൽ അവർ കഴിഞ്ഞ കുറേ നാളുകളായി വളരെ മനോഹരമായി ഭജനകളൊക്കെ പാടുന്നുണ്ടായിരുന്നു. അവരുടെ പാട്ടിനെയൊക്കെ ഞാൻ ആദ്യം ഒരു സംശയദൃഷ്ടിയോടെ, എൻ്റെ ന്യൂനത കൊണ്ടാവാം ഞാൻ നോക്കിക്കണ്ടത്. എന്തെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ഏത് വിശ്വാസങ്ങളിലും ഈ അമിത ഭക്തി അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു തരം വിദ്വേഷമായി മാറുന്നത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. പക്ഷേ അവരവരുടെ ഒരു സംഗീതവും ആ ഭജനും ഒക്കെയായി മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു ക്ഷേത്രത്തിൽ അവരൊരു ക്രിസ്തീയ ഗാനം ഭജനിൽ ആലപിച്ചത്. അത് കേട്ടപാടെ നമ്മുടെ ശശികല അടക്കമുള്ള വിദ്വേഷികൾ, നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിദ്വേഷം കച്ചവടം ചെയ്യുന്ന ഒരു രാമേന്ദ്രൻ അടക്കമുള്ളവർ അങ്ങ് രംഗത്തിറങ്ങി വാള് കൊണ്ട് നിൽക്കാതെ വന്നപ്പോൾ കോണക ഊരി വീശി ഒക്കെ ഭയങ്കരമായി അങ്ങ് വിരട്ടി ബഹളമൊക്കെ വെക്കുന്നത് കേട്ടു. അവിടെ എന്തോ സംഭവിച്ചു പോകും എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ശശികലയുടെ വികാരം പ്രതിഫലിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രസരിപ്പിക്കുന്ന സങ്കല്പമല്ല ഹിന്ദുമത വിശ്വാസം എന്ന് പറയുന്നത്. അതിൽ സഹിഷ്ണുതയുണ്ട്, ഉൾക്കൊള്ളലുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് മാത്രമല്ല, ഞാൻ ആലോചിച്ച് പോകുമായിരുന്നു, ഈ നട തുറക്കുമ്പോഴും നട അടയ്ക്കുമ്പോഴും ശബരിമലയിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പാടുന്ന ഹരിവരാസനവും ഭക്തിഗാനവും ഒക്കെ ആലപിക്കുന്നത് വേറൊരു മതവിശ്വാസിയായ യേശുദാസാണ്. അതുപോലെ തന്നെ ഇപ്പോഴും ഈ മുസ്ലിം പരിപാടികളിലൊക്കെ പ്ലേ ചെയ്യാറുള്ളൊരു പാട്ടാണ് 1000 കാതം അകലെയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പു എന്ന് പറയുന്നൊരു പാട്ട്. അതുപോലെ തന്നെ വേറെ കുറച്ച് അറബി ഗാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മറ്റാരെക്കാളും നന്നായി പാടിയത് ദാസേട്ടനാണ്. അപ്പോൾ ഈ ദേവാലയങ്ങളിലും പൊതു ഇടങ്ങളിലുമൊക്കെ ഇത് പാടുമ്പോൾ അതിനകത്ത് പാടുന്നവൻ്റെ ജാതിയും പാടുന്ന പാട്ടിൻ്റെ ജാതിയും പിന്നെ അത് എഴുതിയവൻ്റെ ജാതിയും പിന്നെ സംഗീതത്തിൻ്റെ ജാതിയും, ഈ എല്ലാ ജാതിയും കൂടെ പരിശോധിച്ചാൽ ഒരുതരം കെട്ട ജാതിയായി മനുഷ്യരങ്ങ് മാറും. അതൊരു വിദ്വേഷത്തിൻ്റെ തലം ഇതിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാസൂത്രിത ഭാവമാണ്. ഇപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് ഈ പോസ്റ്റിൽ, ഇസ്ലാം മതത്തിലെ പള്ളികളിൽ, മുസ്ലിങ്ങളുടെ പള്ളികളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ചങ്ങനാശ്ശേരിയിലെ പള്ളിയിലൊക്കെ ചന്ദനക്കുടത്തിന് അവരിഷ്ടമുള്ള പാട്ടാണ് പള്ളിപ്പറമ്പിൽ പാടുന്നത്. അല്ലാതെ ഏതെങ്കിലും പള്ളിയിൽ ഗാനമേള വെക്കാതിരിക്കും ചിലപ്പോൾ, വിശ്വാസത്തിൻ്റെ ഭാഗമായി. വെച്ചാൽ ആരും ഹദീസ് നോക്കിയൊന്നും എഴുതി കൊടുക്കാറില്ല. ഇന്ന പാട്ടുകൾ പ്രവാചകൻ ഇഷ്ടപ്പെട്ടതാണ്, ഇന്നത് ഇഷ്ടപ്പെടാത്തതാണെന്നൊക്കെ പറഞ്ഞ് വെക്കാതിരിക്കുന്നവരുണ്ടാവും. അതിപ്പോൾ വിശ്വാസത്തിൻ്റെ ദൃഢതയുടെ കാര്യത്തിൽ പല വ്യത്യാസങ്ങളുമുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് ഹൈന്ദവ മതവിശ്വാസികളായ ആളുകൾ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രാർത്ഥിക്കാറുണ്ട്. ക്രൈസ്തവ മതവിശ്വാസികളായ ആളുകൾ അമ്പലത്തിൽ തൊഴാറുണ്ട്. പക്ഷേ ഇസ്ലാം മതത്തിലുള്ള വിശ്വാസികൾ അത്തരത്തിൽ അങ്ങനെ അങ്ങോട്ട് ഇൻ്റർമിങ്കിൾ ചെയ്യുന്ന ഒരു സംഗതി അവരുടെ വിശ്വാസമായി മിക്സ് ചെയ്യുന്നത് അധികം കാണാറില്ല. എന്നുവെച്ച് അങ്ങനെ കാണാതിരിക്കുന്നത് മോശമാണെന്നും എല്ലാവരും അങ്ങനെ പരസ്പരം അങ്ങനെ വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതൊക്കെ കല, സംഗീതം, ഗാനം, അത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു പൊതു ഇടമാണ്. അതിനെ വർഗീയവൽക്കരിക്കാൻ പാടില്ല. ഇപ്പോൾ ആരെങ്കിലും എന്താ പറയുന്നത്, പൂജാ സമയത്ത് ബൈബിളിലെ വാചകം പൂജയ്ക്ക് ചൊല്ലേണ്ട മന്ത്രത്തിന് പകരം ചൊല്ലിയാൽ നമുക്ക് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും തിരിച്ച് അങ്ങനെയുള്ള സംഗതികളിൽ, ഇതിപ്പോൾ ഗാനമേളയ്ക്ക് ഏത് പാട്ട് പാടണമെന്ന് ശശികല ഒക്കെ തീരുമാനിക്കുന്നൊരു സ്ഥിതി വന്നാൽ അതിനേക്കാൾ നല്ലത് ശശികലയൊക്കെ അമറുന്ന ആ ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം ഈ പറഞ്ഞതുപോലെ മലയാളിക്ക് അസഹനീയമാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.